Akbar Academy of Airline Studies, opposite Town Hall, Tirur. തവനൂർ നിയമസഭാ മണ്ഡലത്തിൽ തുടർച്ചയായി 4-ാം അംഗത്തിനൊരുങ്ങുന്ന ഡോക്ടർ കെ ടി ജലീലിനെതിരെ UDF സ്ഥാനാർത്ഥി ആരെന്നതിൽ ചർച്ചകൾ മുറുകുന്നു. DCC പ്രസിഡന്റ് VS ജോയിയുടെ പേര് കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ തുടരുന്നത്. തിരഞ്ഞെടുപ്പ് ചർച്ചകളുടെ തുടക്കത്തിൽ ഉയർന്നുവന്ന സന്ദീപ് വാര്യരുടെ പേര് വെട്ടിയതായാണ് സൂചന. BJP വോട്ടുകൾ CPM-ന് മറിയുമെന്ന ആശങ്കയെ തുടർന്നാണ് സന്ദീപിന്റെ പേര് വെട്ടിയതെന്നാണ് സൂചന. VS ജോയിയുടെ ജനകീയതയും പ്രതിച്ഛായയും അനുകൂലമായാൽ കെ ടി ജലീലിനെ പരാജയപ്പെടുത്താനാകുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. VS ജോയ് മത്സരിക്കുകയാണെങ്കിൽ കെ ടി ജലീലിനെതിരെ രംഗത്തിറങ്ങുന്ന രണ്ടാമത്തെ DCC പ്രസിഡന്റാകും ജോയ്. 2011 തവനൂർ മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ അംഗത്തിൽ കെ ടി ജലീലിനെതിരെ മത്സരിച്ചത് അന്ന് DCC പ്രസിഡന്റായിരുന്ന VV പ്രകാശ് ആയിരുന്നു. 7000-ൽ താഴെ വോട്ടുകൾക്കായിരുന്നു പരാജയം. അടുത്ത തവണ മണ്ഡലത്തിൽ തന്നെയുള്ള യുവനേതാവായ ഇഫ്തിഖാറുദ്ദീനെയാണ് മത്സരിപ്പിച്ചത്. എന്നാൽ ജലീലിന്റെ ഭൂരിപക്ഷം കുത്തനെ ഉയരുകയാണുണ്ടായത്. 17000-ൽ പരമായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം. സംസ്ഥാനത്ത് ഇടതു തരംഗമുണ്ടായ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. കഴിഞ്ഞ തവണ ലീഗ് നോമിനിയായ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിലായിരുന്നു ജലീലിന്റെ എതിരാളി. ഭൂരിപക്ഷം 3000-ലേക്ക് പിടിച്ചുകെട്ടിയെങ്കിലും ഫിറോസിനും തവനൂരിൽ ജയിക്കാനായിരുന്നില്ല. തുടർച്ചയായി 3 തവണ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാൾ എന്ന അപൂർവ നേട്ടത്തോടെയാണ് ജലീൽ ഇത്തവണ മത്സരത്തിനൊരുങ്ങുന്നത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. കെ ടി ജലീലിനെ പരാജയപ്പെടുത്തുക എന്നത് ലീഗിന് അഭിമാന പ്രശ്നമാണ്. അതിനാലാണ് കഴിഞ്ഞ തവണ ലീഗ് നോമിനിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായത്. ഇത്തവണ മണ്ഡലം പിടിക്കണമെന്ന വാശി UDF-ൽ ശക്തമാണ്. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ ഗണത്തിലാണ് UDF തവനൂരിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ മണ്ഡലത്തിലേക്ക് സന്ദീപ് വാര്യർക്ക് പുറമെ PT അജയ് മോഹൻ, MM രോഹിത്, രാജീവ് എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ അവസാന ചർച്ചകളിൽ ഇവരെല്ലാം പുറത്താണ്. കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് VS ജോയിക്കാണ്. തന്റെ 25-ാം വയസ്സിൽ CPM ആചാര്യനായ പരേതനായ VS അച്യുതാനന്ദനെതിരെ മലമ്പുഴയിൽ മത്സരിച്ചയാളാണ് ജോയ്. DCC പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രതിച്ഛായയുള്ളതാണ് ഏറ്റവും വലിയ അനുകൂല ഘടകം. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി പോലും മികച്ച ആത്മബന്ധം പുലർത്തുന്നു എന്നത് ജോയിയുടെ സവിശേഷതയാണ്. ജോയ് മത്സരിച്ചാൽ പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഉന്നത നേതാക്കളുടെ വിലയിരുത്തൽ. എല്ലാ മതവിഭാഗങ്ങളുമായും മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്നതും ജോയിക്ക് അനുകൂല ഘടകമാണ്. തവനൂരിൽ ടിക്കറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സമീപകാലം വരെ സന്ദീപ് വാര്യർ വിവാഹങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്ത് തവനൂർ മണ്ഡലത്തിൽ സജീവമായിരുന്നു. എഡിറ്റർ ലൈവ്, തവനൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.